ഗുഡ് മോർണിംഗ് ഓൾ, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 14 വെള്ളിയാഴ്ചയാണ്. ഈ ആഴ്ചയിലെ അവസാന ട്രേഡിംഗ് ദിവസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇനി വരുന്ന 3 ദിവസങ്ങൾ മാർക്കറ്റിന് ഒരു ഹോളിഡേ ആണ്. ആദ്യം ഇന്നലത്തെ US മാർക്കറ്റുകൾ. വീണ്ടും നാസ്ഡാക്കും S&Pയും പുതിയ ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തു. ഓൾ ടൈം ഹൈസ് ടച്ച് ചെയ്യുന്നതിൽ നമ്മുടെ സെൻസെക്സും നിഫ്റ്റിയും പിന്നിലല്ല. ഇന്നലെയും 2 മാർക്കറ്റുകളും ഓൾ ടൈം ഹൈസ് ടച്ച് ചെയ്തു. നമ്മുടെ മിഡ് ക്യാപ് സെക്ടറാണ് ഇപ്പോൾ ഔട്ട് പെർഫോം ചെയ്യുന്നത്. ഇന്നലെ മിഡ് ക്യാപ് സെക്ടറും ഓൾ ടൈം ഹൈ ടച്ച് ചെയ്തിരുന്നു. ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചുമതലയേൽക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞ 1-2 പ്രസക്തമായ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 2024 സാമ്പത്തിക വർഷത്തിൽ റെക്കോർഡ് ആയ 21,083 കോടി രൂപയിലെത്തി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 2029 സാമ്പത്തിക വർഷത്തോടെ 3 ട്രില്യൺ രൂപയിൽ എത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഡിഫൻസ് സെക്ടർ ശക്തമായി മുൻപോട്ട് പോകും എന്ന കാര്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ നോക്കാം. ആദ്യം, ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ജൂൺ 22 നടക്കുന്ന GST കൗൺസിൽ മീറ്റിംഗ് ആണ്. 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം 2024 ജൂൺ 22 ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അധ്യക്ഷയായ GST കൗൺസിൽ യോഗം ചേരും. കൗൺസിലിന്റെ 53ാമത് യോഗമാണിത്. അവസാനത്തേത് 2023 ഒക്ടോബർ 7 മീറ്റിംഗിന്റെ അജണ്ട ഇതുവരെ വ്യക്തമായിട്ടില്ല. 2023 ഒക്ടോബർ 1 ആരംഭിച്ച ഓൺലൈൻ ഗെയിമിംഗിൽ 28% GST നടപ്പാക്കുന്നത് കൗൺസിൽ അവലോകനം ചെയ്യും. മറ്റൊരു കീ ഇഷ്യൂ ആയി വരുന്നത് റേറ്റ് റാഷണലൈസേഷൻ ആണ്, അതായത് റേറ്റുകളിൽ മാറ്റം വരുത്തുക. ഉത്തർപ്രദേശ് ധനകാര്യമന്ത്രി സുരേഷ് കുമാർ ഖന്നയുടെ നേതൃത്വത്തിലുള്ള പാനലാണ് മാറ്റങ്ങൾ നിർദ്ദേശിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 5 ടാക്സ് സ്ലാബുകളാണുള്ളത്. 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെയാണ്. ഏതായാലും ജൂൺ 22 നടക്കുന്ന ഈ മീറ്റിംഗ് പ്രധാനപ്പെട്ടത് തന്നെയാണ്. നമ്മൾ വാച്ച് ചെയ്യേണ്ട ഒരു ഇവന്റ് തന്നെയാണ്. മറ്റൊരു വാർത്ത, ഫണ്ട് മാനേജർമാരുടെ ഇഷ്ടപ്പെട്ട പിക്കുകളായി PSU, ഡിഫൻസ്, ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ മെയ് മാസത്തിൽ മാറി എന്ന വാർത്തയാണ്. NDA സർക്കാർ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷകൾ ഫണ്ട് മാനേജർമാരെ മെയ് മാസത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, പ്രതിരോധം, ഇൻഫ്രാസ്ട്രക്ചർ, ക്യാപിറ്റൽ ഗുഡ്സ് ഓഹരികൾ വാങ്ങാൻ പ്രേരിപ്പിച്ചു. അവർ ബൈ ചെയ്ത സ്റ്റോക്കുകളായി പറയുന്നത് ONGC, HPCL, BPCL, അൾട്രാടെക് സിമന്റ്, SBI, NHPC, സുസ്ലോൺ എനർജി, ഓയിൽ ഇന്ത്യ, SJVN തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഫണ്ട് മാനേജർമാർ ബാങ്കുകളിലേക്കും ഫിനാൻഷ്യലുകളിലേക്കും നിക്ഷേപങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരിൽ ചിലർ ഫാർമ, ഹെൽത്ത് കെയർ മേഖലകളിലേക്കും ഓഹരികൾ വാങ്ങുകയും ചെയ്തു എന്നും ഈ റിപ്പോർട്ട് പറയുന്നു. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. ആദ്യം അംബുജ സിമന്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. 10,422 കോടി രൂപയ്ക്ക് അദാനി സ്ഥാപനമായ അംബുജ സിമന്റ് പൊന്നി സിമന്റിനെ ഏറ്റെടുക്കാനൊരുങ്ങുന്നു. അടുത്തത് ടാറ്റ മോട്ടോഴ്സ് ആണ്. ഭാരത് NACP ക്രാഷ് ടെസ്റ്റിൽ ഇന്ത്യയിലെ മുൻനിര ഇലക്ട്രോണിക് 4 വീലർ നിർമ്മാതാക്കളായ ടാറ്റ മോട്ടോഴ്സിന് അതിന്റെ പഞ്ച് EV, നെക്സോൺ EV ബാറ്ററി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് 5 സ്റ്റാർ റേറ്റിംഗ് നൽകി എന്നൊരു വാർത്ത പോസിറ്റീവായിട്ടുള്ള വാർത്ത തന്നെയാണ്. അടുത്തത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ലിമിറ്റഡിലെ ഓഹരി പങ്കാളിത്തം 4.95% നിന്ന് 5.01% കമ്പനി ഉയർത്തി. അടുത്ത ഒരു കമ്പനി റൈറ്റ്സ് ആണ്. മെട്രോ റെയിൽ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളിലും മാനേജ്മെന്റ് പ്രൊജക്ടുകളിലും സഹകരിക്കുന്നതിന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനുമായി കമ്പനി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. മറ്റൊരു കമ്പനി പൂർവാങ്കരയാണ്. QIP വഴി ഫണ്ട് സമാഹരിക്കാൻ കമ്പനി ഒരുങ്ങുന്നു. QIPയുടെ തുക 1000 കോടി രൂപ കവിയരുത്. 1 അതിലധികമോ ട്രഞ്ചുകളായാണ് ഫണ്ട് സമാഹരിക്കുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, നമ്മുടെ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ 10:30 മുതൽ 3:30 വരെയാണ്. ഓപ്ഷൻസിലൊക്കെ ചാടിക്കയറി ട്രേഡ് എടുക്കാതെ എപ്പോൾ ട്രേഡ് എടുക്കണമെന്ന് കൃത്യമായി നമുക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസും പറഞ്ഞു തരുന്ന, നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സെഷൻ കൂടിയാണ്. അപ്പോൾ ആരും മിസ്സാക്കാതിരിക്കുക. ഇനി നമ്മുടെ ലൈവ് കാണാൻ സാധിക്കുന്നില്ല, രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് ലഭിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടുമുകളിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ഞങ്ങളുടെ എഡ്യൂക്കേഷണൽ മീറ്റപ്പിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. നിഫ്റ്റിയും സെൻസെക്സും ഒരിക്കൽ കൂടി റെക്കോർഡ് ഹൈ രേഖപ്പെടുത്തി. നിഫ്റ്റി മിഡ് ക്യാപ്പ് തുടർച്ചയായ 4ാമത്തെ ദിവസവും റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. റിയാലിറ്റി സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി. ഷുഗർ സെക്ടർ സ്റ്റോക്കുകൾക്ക് ഒരു സ്വീറ്റ് ദിവസം തന്നെയായിരുന്നു ഇന്നലെ. മിനിമം സപ്പോർട്ട് പ്രൈസ് വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നതായി വാർത്തകൾ വന്നതോടെ EID പാരി, ശ്രീ രേണുക ഷുഗേഴ്സ്, ബൽറാംപൂർ ചിനി മിൽസ് എന്നിവ 2 മുതൽ 13% വരെ ഉയർന്നു. PSU സ്റ്റോക്കുകളിലും ഒരു റിക്കവറി കണ്ടു. HAL, ബെൽ, BHEL, ഓയിൽ ഇന്ത്യ, PFC എന്നിവ 2 മുതൽ 4% വരെ ഉയർന്നു.
ടോപ്പ് സെക്ടോറിയൽ ഗെയിനറായി മാറിയത് IT സെക്ടറായിരുന്നു. ഇന്ത്യ വിക്സ് ഇന്നലെ 6% ഇടുകയും ചെയ്തു നിഫ്റ്റിയിലേക്ക്. നിഫ്റ്റിക്ക് ഒരു ഗംഭീര ഓപ്പണിംഗ് തന്നെയാണ് ലഭിച്ചത്. 23,481 എന്ന ഹൈ ആണ് ഇന്നലെ ടച്ച് ചെയ്ത്, ഓൾ ടൈം ഹൈ ആയിരുന്നു. പക്ഷേ ഹയർ ലെവലിൽ ഇന്നലെയും സെല്ലിംഗ് പ്രഷർ കണ്ടു. 23,481 എന്ന ഹൈയിൽ നിന്നും ഇന്നലെ ഏകദേശം 120 പോയിന്റ്സ് ആണ് ഇടിഞ്ഞത്. ഇനി നമുക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ നിഫ്റ്റിയുടെ ഓൾ ടൈം ഹൈയിൽ നിന്നുമുള്ള ഒരു ഇടിവിനെ പറ്റി ഒന്ന് നോക്കാം. ജൂൺ 12 ബുധനാഴ്ച ഇൻട്രാഡേ ഹൈയിൽ നിന്നും 140 പോയിന്റ്സ് ആണ് നിഫ്റ്റി ഇടിഞ്ഞത്. അതിന് തൊട്ട് മുൻപുള്ള ദിവസം ജൂൺ 11 ചൊവ്വാഴ്ച ഇൻട്രാഡേ ഹൈയിൽ നിന്നും 150 പോയിന്റ്സ് ഇടിഞ്ഞു. ജൂൺ 10 തിങ്കളാഴ്ച ഇൻട്രാഡേ ഹൈയിൽ നിന്നും 170 പോയിന്റ്സ് ഇടിഞ്ഞു. ഇത് നമ്മളിവിടെ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്തത് ഹയർ ലെവലിൽ വളരെ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് കാണിച്ചു തരാനാണ്. ഇനി കഴിഞ്ഞ 4 ദിവസങ്ങളിലായി നിഫ്റ്റി ഉള്ളത് 23,480-നും 23,200-നും ഉള്ളിലാണ്. ഈ ലെവലിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് അത് മുകളിലേക്കോ താഴേക്കോ ലഭിക്കുകയാണെങ്കിൽ നിഫ്റ്റി പുതിയ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും മൂവ് ചെയ്യുക. ഇനി നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറയുന്ന നിഫ്റ്റിയുടെ ഹവർലി മൊമെന്റം ഇൻഡിക്കേറ്റർ ഇപ്പോഴും നെഗറ്റീവ് ക്രോസ് ഓവറിൽ തന്നെയാണ്, പോസിറ്റീവിലേക്ക് അത് വന്നിട്ടില്ല. അപ്പോൾ ചെറിയ കൺസോൾട്ടേഷനുള്ള സാധ്യതയൊക്കെ ഇപ്പോഴും മാർക്കറ്റിൽ നിലനിൽക്കുന്നു. 40 ഹവർ EMA ഉള്ളത് 23,215 ലെവലിലാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23,000 പ്രധാനപ്പെട്ട ഒരു ലെവലാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിഫ്റ്റി ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക് ആദ്യം 24,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 23,400 സ്ട്രൈക്കിലും അതിനുശേഷം 23,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 22,500 സ്ട്രൈക്കിലും അതിനുശേഷം 23,400 സ്ട്രൈക്കിലും അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,400-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,000-ഉമാണ്. അടുത്തത് ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം ATM സ്ട്രൈക്കായി 23,400 സ്ട്രൈക്കിൽ 511% വർധനവാണ് കാണുന്നത്. പുട്ട് സൈഡിൽ ഒരു ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 244% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് തന്നെയാണ്. 23,350 സ്ട്രൈക്കിൽ 533% വർധനവ് ഒരു ലോങ് ബിൽഡപ്പ് കാണാം പുട്ട് സൈഡിൽ. കോൾ സൈഡിൽ 42% വർധനവ് ഷോർട്ട് ബിൽഡപ്പ് ആണ്. 23,450 സ്ട്രൈക്കിൽ 351% വർധനവ് ലോങ് ബിൽഡപ്പ് പുട്ട് സൈഡിൽ. ഷോർട്ട് ബിൽഡപ്പാണ് കോൾ സൈഡിൽ കാണുന്നത് 361% വർധനവ്. ചെറിയ ഒരു മുൻതൂക്കം പുട്ട് സൈഡിനാണ് എന്ന് കാണാം. പുട്ട് സെല്ലേഴ്സിനാണ് കുറച്ച് കൂടുതൽ മുൻതൂക്കം കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഹയർ ലെവലിൽ സെല്ലിംഗ് പ്രഷർ ബാങ്ക് നിഫ്റ്റിയിലും കാണാം. 50-200 ലെവലിൽ ടച്ച് ചെയ്യാൻ കഴിയാതെ ഇന്നലെ 49,846-ൽ 48 പോയിന്റ്സ് ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. 49,700 ലെവലിലാണ് 40 ഹവർ EMA ഉള്ളത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല ബോളിഞ്ചർ ബാൻഡിന്റെ അപ്പർ ബാൻഡ് ഉള്ളത് 50,750 ലെവലിലുമാണ്. അതുകൊണ്ട് ആ ലെവലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ ആദ്യം കോൾ സൈഡിൽ 50,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 51,000 സ്ട്രൈക്കിലും അതിനുശേഷം 50,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ 50,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതിനുശേഷം 48,000 സ്ട്രൈക്കിലും അതിനുശേഷം 48,500 സ്ട്രൈക്കിലുമാണ്. ഇന്നലെ ബാങ്ക് നിഫ്റ്റി 50,000-ന് താഴെയായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ 50,000 ഒരു പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആണ്. സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 48,500. എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ഇന്നലെ ഷുഗർ സെക്ടർ വലിയ നേട്ടമുണ്ടാക്കി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത്തരത്തിൽ നമ്മൾ നൽകിയ ഒരു ഷുഗർ സ്റ്റോക്ക് ജൂൺ 11 രാജ്ശ്രീ ഷുഗർ ആൻഡ് കെമിക്കൽസ് 72.87-ലാണ് നമ്മൾ എൻട്രി പറഞ്ഞിരുന്നത്. ഇന്നലെ എല്ലാ ഷുഗർ സ്റ്റോക്കുകളും വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കിയപ്പോൾ നമ്മൾ പറഞ്ഞ സ്റ്റോക്കും വലിയ ഒരു റാലിയാണ് നടത്തിയത്. ഇന്നലെ 85.10 വരെയാണ് അപ്പായത്. നമ്മുടെ 2 ടാർഗറ്റുകളും ഹിറ്റ് ചെയ്തു. 14% നമുക്ക് പ്രോഫിറ്റായി ലഭിക്കുകയും ചെയ്തു. മറ്റൊരു സ്റ്റോക്ക് ഓം ഇൻഫ്ര ലിമിറ്റഡ് ആയിരുന്നു. ജൂൺ 12 157-ൽ എൻട്രി എടുത്തു. 174.4 വരെ അപ്പായി. 9.9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് ഹോം ഫസ്റ്റ് ആയിരുന്നു. ജൂൺ 11 936-ൽ എൻട്രി എടുത്തു. 1063 വരെയാണ് അപ്പായത്. ഏകദേശം 11% മുകളിൽ നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ചുരുങ്ങിയ ദിവസം കൊണ്ട് ഒരു വലിയ പ്രോഫിറ്റിലേക്ക് നീങ്ങിയ ഒരു സ്റ്റോക്ക് പ്രീമിയർ എക്സ്പ്ലോസീവ്സ് ലിമിറ്റഡ്. എൻട്രി എടുക്കുന്നത് 2981-ൽ. ഇന്നലെ 3557 വരെയാണ് അപ്പായത്. ഏകദേശം 16% നമുക്ക് കേവലം ചുരുങ്ങിയ ദിവസം കൊണ്ട് പ്രോഫിറ്റായി ലഭിച്ചത്. മറ്റൊരു സ്റ്റോക്ക് SRF ആണ്. ജൂൺ 3 2261-ൽ എൻട്രി എടുത്ത് 2408 വരെ അപ്പായി. ഏകദേശം 5.9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്.
മറ്റൊരു സ്റ്റോക്ക് ഗ്ലാക്സോ ഫാർമയാണ്. മെയ് 29-ന് 2545 എൻട്രി എടുത്ത് 2709 വരെ അപ്പായി ഏകദേശം 6% പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് മാൻകൈൻ ഫാർമയായിരുന്നു. മെയ് 28-ന് 2141 നിന്നും 2276 വരെ അപ്പായി 5.9% നമുക്ക് സ്റ്റോക്കിൽ പ്രോഫിറ്റായി ലഭിച്ചു. അടുത്തത് ഇൻട്രാഡേയിലെ ഒരു ഗംഭീര താരത്തെ പറ്റിയാണ്. കയ ലിമിറ്റഡ് ആണ്. ഇൻട്രാഡേയിൽ 354 എൻട്രി എടുത്ത് 390 വരെ അപ്പായി. ഇൻട്രാഡേയിൽ മാത്രം 9% നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചത്. ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ഏതാനും സ്റ്റോക്കുകളെ പറ്റിയാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തത്. ഇനി നമ്മുടെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ നമ്മൾ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ പറയുന്ന സ്വിംഗ് സ്റ്റോക്ക് ടാർക്ക് ലിമിറ്റഡ് ആണ്. ഇപ്പോഴത്തെ കറന്റ് മാർക്കറ്റ് പ്രൈസ് 193 രൂപയാണ്. ടാർഗറ്റായി ഫിക്സ് ചെയ്യുന്നത് 215. സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ക്യാപിറ്റലിന്റെ 10 മുതൽ 15% വരെ സ്റ്റോപ്പ് ലോസ് ആയി വെക്കാവുന്നതാണ്. ഇനി ഈ സ്റ്റോക്ക് ഇവിടെ ഷെയർ ചെയ്യുന്നത് പൂർണ്ണമായും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ സ്വന്തമായി തന്നെ അനലൈസ് ചെയ്ത് ഇതിന്റെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും ഒക്കെ നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതുമാണ്. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റി. FIIസും DISും ഇന്നലെ സെല്ലിങ്ങിലേക്ക് പോയൊരു ദിവസമായിരുന്നു. FIS വലിയ രീതിയിൽ തന്നെ സെല്ലിങ്ങിലേക്ക് പോയി. 3033 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 553 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. US മാർക്കറ്റിലേക്ക് S&P 500ഉം നാസ്ഡാക്കും തുടർച്ചയായ 4ാമത്തെ ദിവസവും റെക്കോർഡ് ക്ലോസിംഗ് രേഖപ്പെടുത്തി. തൊഴിലില്ലായ്മ ആനുകൂല്യങ്ങൾക്കായി പുതിയ ക്ലെയിമുകൾ രജിസ്റ്റർ ചെയ്യുന്ന അമേരിക്കക്കാരുടെ എണ്ണം കഴിഞ്ഞ ആഴ്ച വർദ്ധിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയായിരുന്നു. അപ്രതീക്ഷിതമായി PPI മെയ് മാസത്തിൽ ഇടിഞ്ഞതായി കാണുന്നു. ഇതുകൊണ്ട് തന്നെ റിസർവ് ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ സജീവമായതിനെ തുടർന്ന് US മാർക്കറ്റുകൾ ഉയരുകയുണ്ടായി. ഡൗ ജോൺസ് 0.17% ഇടിഞ്ഞു. S&P 500 0.23% ഉയർന്നു. നാസ്ഡാക്ക് 0.34% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. ഇന്നലെ ടെക് സ്റ്റോക്കുകൾ തന്നെയാണ് നേട്ടമുണ്ടാക്കിയത്. അഡോബ് ആഫ്റ്റർ ട്രേഡിംഗ് ഹവറിൽ 15% ഉയർന്നു. Nvidia 3.5%, ആപ്പിൾ 0.5% ഇന്നലെ ഉയർന്നു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്കാണ്. ആദ്യം ICICI ബാങ്ക് 1.55% ഇടിഞ്ഞു. HDFC ബാങ്ക് 0.12% ഇടിഞ്ഞത്. ടെക് സൈഡിൽ ഇൻഫോസിസ് 0.28% ഇടിഞ്ഞു. വിപ്രോ 0.54% നേട്ടമുണ്ടാക്കി. മേക്ക് മൈ ട്രിപ്പ് 1.87% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി 1.37% ഉയർന്നു. റിലയൻസ് 0.6% ഇടിയുകയും ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.07% ഇടിവിൽ, S&P 500 0.02% ഇടിവിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. യൂറോപ്യൻ മാർക്കറ്റുകൾ US ഫെഡറൽ മീറ്റിംഗിനും ഇൻഫ്ലേഷൻ ഡാറ്റയ്ക്കും ശേഷം നെഗറ്റീവായിട്ടാണ് യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. UK മാർക്കറ്റ് FTSE 0.63% ഇടിഞ്ഞു. ഫ്രാൻസ് മാർക്കറ്റ് CAC ആണ് വലിയ ഇടിവിലേക്ക് പോയത്. 1.99% ഇടിഞ്ഞു. ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 1.96% ഇടിഞ്ഞത്. സ്റ്റോക്ക് 600 1.3% ഇടിഞ്ഞു. ഓട്ടോ സെക്ടറാണ് വലിയ നഷ്ടമുണ്ടാക്കിയത്, 2.3%. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.01% നേട്ടത്തിൽ, CAC ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ, FTSEയും ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ ബാങ്ക് ഓഫ് ജപ്പാന്റെ നിരക്ക് തീരുമാനങ്ങൾക്ക് മുന്നോടിയായി വെള്ളിയാഴ്ച ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ ഒരു മിക്സഡ് അവസ്ഥയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി 23,402 എന്ന നിലയിൽ 13 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണിയാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങിനാണ് നിഫ്റ്റിയിൽ സാധ്യതയുള്ളത്. ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 0.21% ഇടിവിലാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ തായ്വാൻ മാർക്കറ്റ് 0.09% നേട്ടത്തിൽ, കോസ്പി മാർക്കറ്റ് 0.07% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ ചെറിയ നേട്ടത്തോടെ ക്രൂഡ് ഓയിൽ വീണ്ടും ഉയർച്ചയിൽ ക്ലോസ് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിലെ സെൽ ഓഫിന് ശേഷം ഈ ആഴ്ച ഒരു നല്ല റിക്കവറി തന്നെയാണ് ക്രൂഡിൽ കണ്ടത്. 4% ബ്രന്റ് ഉയർന്നത്. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $82.36 പെർ ബാരൽ എന്ന നിലയിലാണ്, 0.28% നേട്ടത്തിൽ. WTI ഉള്ളത് $78.17 പെർ ബാരൽ എന്ന നിലയിൽ 0.57% ഇടിവിൽ ട്രേഡ് ചെയ്യും. ഇന്ന് നമ്മൾ ഇവിടെ പറഞ്ഞ കുറച്ച് വാർത്തകൾ ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എങ്കിൽ ഇന്നത്തെ വീഡിയോ പൂർത്തിയാവുന്നു. ഇനി തിങ്കളാഴ്ച ഒരു മാർക്കറ്റ് ഹോളിഡേ ആണ്. അപ്പോൾ ചൊവ്വാഴ്ച വീണ്ടും കാണാം. ഏവർക്കും നന്ദി.